ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കോഴക്കേസിൽ പിടിയിലായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യരുടെ ഡയറിയിൽ നിർണായക തെളിവുകൾ. വിജിലൻസ് പിടിച്ചെടുത്ത ഡയറിയിൽ ED സമൻസ് ലഭിച്ച നിരവധി പേരുടെ പേരുകൾ കണ്ടെത്തി. തട്ടിപ്പിന് ഇരയാക്കേണ്ട ആളുകളെ തിരഞ്ഞെടുക്കുന്നത് രഞ്ജിത്ത് എന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. കോഴക്കേസിന് പിന്നാലെ വിജിലൻസ് ഓഫീസിലേക്ക് നിരവധി പരാതികൾ എത്തുന്നുണ്ടെന്ന് വിജിലൻസ് SP S ശശിധരൻ പറഞ്ഞു. ഞാൻ അന്വേഷിക്കട്ടെ, പ്ലീസ് സമയം തരും ഞങ്ങൾക്ക്. അല്ല, ഞങ്ങൾക്ക് സമയം തരും നിങ്ങൾ. നിലവിലിപ്പോൾ ഇന്നലെ രാത്രി വരെ ഒന്നുമില്ല. ഇനിയിപ്പോൾ എനിക്ക് പരിശോധിച്ച് നോക്കണം. ഇന്നലെ ഒന്നുമില്ല, ചോദിച്ചിട്ടില്ല. ഇല്ല ഇല്ല, ചോദ്യം ചെയ്ത് തുടരുകയാണ്. വിന്യൂ ടൈം. ഞങ്ങൾ ഇതൊന്ന് ആദ്യം ഞങ്ങൾക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങളിത് വളരെ വിശദമായി അന്വേഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ അതിൻ്റെ പ്രോസസ്സിലാണ്. ഞങ്ങൾക്ക് പിന്നെ വേറെ കുറച്ച് സൈബർ റിലേറ്റഡ് കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ഇറ്റ് ടേക്സ് ടൈം. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഫോണിലൂടെ ചില പരാതികൾ വരുന്നുണ്ട്. അത് നമുക്കൊന്നത് പരിശോധിക്കണം. വിഷ്ണു സുരേഷുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, നിലവിലെ അന്വേഷണം എവിടെ വരെ എത്തിയെന്നാണ് SP പറയുന്നതൊപ്പം ഈ മറ്റു പരാതികൾ അത് ഏത് നിലയ്ക്കാണ് വിഷ്ണു? ഉന്മേഷ്, ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ച 3 ദിവസം പിന്നിടുന്നു. ഇതിനിടയിലാണ് ഈ കേസിലെ 3-ാം പ്രതി എന്ന് കരുതുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്തുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇയാളുടെ ഓഫീസിൽ കഴിഞ്ഞ ദിവസം വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ ലാപ്ടോപ്പും മൊബൈൽ ഫോണും അതോടൊപ്പം രഞ്ജിത്തിന്റെ ഒരു ഡയറിയും പിടിച്ചെടുത്തു. ഈ ഡയറിയിൽ ED സമൻസ് അയച്ചിട്ടുള്ള വ്യവസായികളുടെ പേരടക്കം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ വിജിലൻസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആ വിവരം, അതായത് ഈ രഞ്ജിത്താണ് നേരിട്ടത് ഈ ആരൊക്കെല്ലാം ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടോ അവരെല്ലാം വിളിച്ച് EDയുമായി കണക്ട് ചെയ്യുന്ന ലിങ്ക് എന്നുള്ളതാണ് വിജിലൻസിന്റെ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ. വിശദമായ അന്വേഷണത്തിലേക്ക് ഇന്നാണ് വിജിലൻസ് കടക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങൾ സമാഹരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് 3 പേരെയും ചോദ്യം ചെയ്യും. ഈ 3 പേർക്കും വിജിലൻസ് പറയുന്നത് ഈ ED ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധം അത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ ആ ശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവരുടെ ഗാഡ്ജറ്റ്സ് അടക്കം പരിശോധിച്ച ഘട്ടത്തിൽ ഈ മൊബൈൽ സംഭാഷണമോ അതല്ലെങ്കിൽ ഇവരുടെ ചാറ്റോ അത്തരം വിവരങ്ങളൊക്കെ ലഭിക്കുമോ എന്ന് പരിശോധിക്കുകയാണ്. മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഈ കേസിലെ 1-ാം പ്രതിയായ ശേഖർ കുമാറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാകില്ല. അതിന് ചില ശാസ്ത്രീയ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ, ബാങ്ക് ഇടപാട് രേഖകൾ അതൊക്കെ വേണം. പ്രത്യേകിച്ച് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കേസ് കൂടിയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അത്തരം തെളിവുകൾ നിർണായകമാണ്. അത് സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ വിജിലൻസ് ഉള്ളത്. വിജിലൻസിൻ്റെ ഒരു പ്രാഥമിക നിഗമനം അനുസരിച്ച് EDയുമായി ഡയറക്റ്റ് ഈ കേസിൽ കണക്റ്റായി നിൽക്കുന്നത് രഞ്ജിത്തും അതോടൊപ്പം തന്നെ മുകേഷുമാണ്. രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആളുകളെ കണ്ടെത്തി കൊടുക്കുന്ന ഒരാളും, മുകേഷ് ഈ ആളുകളിൽ നിന്ന് തട്ടിപ്പ് പണം കൈമാറ്റം ചെയ്ത് തട്ടിപ്പ് പണത്തിന് അക്കൗണ്ട് റെഡിയാക്കി കൊടുക്കുകയും അത് പിന്നീട് ഹവാലയായി മറ്റിടങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ആളാണ് മുകേഷ്. മുകേഷിൻ്റെ ഒരു പശ്ചാത്തലം അത് ഞെട്ടിപ്പിക്കുന്നതാണ്. അയാൾ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഹവാല ഏജന്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ പശ്ചാത്തലം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഈ വിജിലൻസ് ഓഫീസിലേക്ക് EDയുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ വരുന്നുണ്ട്. സമാന സ്വഭാവമുള്ള പരാതികളാണ്. സെറ്റിൽമെന്റുമായി ബന്ധപ്പെട്ട് ED ഉദ്യോഗസ്ഥരുടെ പേരിൽ നിരവധി ഭീഷണികൾ പല ആളുകൾക്കും നേരിട്ടുണ്ടെന്നാണ് പരാതിക്കാർ പറയുന്നത്. ഈ പരാതിക്കാരുടെ മൊഴിയെടുക്കാൻ വിജിലൻസ് തീരുമാനിച്ചിട്ടുണ്ട്. എന്താണ് അവർക്ക് നേരിട്ട അനുഭവമെന്ന് രേഖപ്പെടുത്താൻ. പക്ഷേ പലരും പരാതി എഴുതി നൽകാൻ തയ്യാറാകുന്നില്ല. കാരണം വ്യവസായികളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഭാവിയിൽ ഈ വ്യവസായികളായതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇടപെടലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് ആളുകൾ വരാത്തത്. പക്ഷേ ശക്തമായ അന്വേഷണമായി മുന്നോട്ട് പോകാനാണ് വിജിലൻസിന്റെ തീരുമാനം. ഉന്മേഷ്, ശരി. ഇക്കാര്യത്തിൽ ഈ തട്ടിപ്പിന്റെ ചുരുളഴിക്കുകയാണ് വിജിലൻസ്. ഇപ്പോൾ കൂടുതൽ പരാതികൾ ലഭിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തേണ്ടതുണ്ട്. പരാതികൾ പരിശോധിക്കുന്നു എന്നാണ് ഇപ്പോൾ വിജിലൻസ് SP വ്യക്തമാക്കുന്നത്.